വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ 5 ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ഗർഭപാത്രം ഒരു അമ്മയാകാനായിട്ട് തയ്യാറാകുന്നുണ്ട് എന്നാണ് കേട്ടോ അതിൻ്റെ അർത്ഥം. ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള യൂട്രസിൻ്റെ 5 ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. ഒപ്പം അൺഹെൽത്തി യൂട്രസ്, അതായത് ഒരു പ്രഗ്നൻ്റ് ആകാനായിട്ടൊന്നും മാസങ്ങൾ തയ്യാറാകാത്ത ഒരു യൂട്രസിൻ്റെ ലക്ഷണങ്ങളും ഇതെങ്ങനെ പരിഹരിക്കാമെന്നും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കൃത്യമായിട്ട് കേൾക്കുക. അതിൽ ലക്ഷണങ്ങൾ ഉള്ളതൊക്കെ നിങ്ങളൊന്ന് മോണിറ്റർ ചെയ്യുക. അതെല്ലാം ഡോക്ടറെ കാണേണ്ടത്, അത് കണ്ട് പരിഹരിക്കാനായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത്, നിങ്ങളുടെ ഒരു ഗർഭപാത്രം അമ്മയാകാനായിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അബ്നോർമലായിട്ട് എന്തെങ്കിലും ഒരു വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. ഹെൽത്തി ആയിട്ടുള്ള ഒരു യൂട്രസ് ഉണ്ടാകുന്ന ആൾക്ക് അബ്നോർമൽ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ് ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് കുറച്ച് കുറവാണ്. അബ്നോർമൽ ഡിസ്ചാർജ് എന്ന് ഉദ്ദേശിച്ചത് ഫൗൾ സ്മെല്ലുള്ള, കളർ ചേഞ്ച് ഉള്ള, ഭയങ്കര ചൊറിച്ചിലുള്ള തരത്തിലുള്ള ഡിസ്ചാർജ് നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഒരു ഡിസ്ചാർജും ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സേഫ് ആണ് കേട്ടോ. രണ്ടാമതായിട്ടുണ്ടാകുന്ന കാര്യം, നിങ്ങൾക്ക് ക്രോണിക് ആയിട്ടുള്ള പെയിൻ ഉണ്ടോ എന്ന് നോക്കുക. അസഹനീയമായിട്ടുള്ള വേദന അടിവയറിൻ്റെ ഭാഗത്തോ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള ഏരിയയിലോ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. കുറച്ചു നേരം വരുന്നു പോകുന്നു അങ്ങനെയുള്ളൊരു വേദനയല്ല ഉദ്ദേശിച്ചത്. കണ്ടിന്യൂസ് ആയിട്ട് നീണ്ടു പോകുന്ന തരത്തിലുള്ളൊരു വേദന നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക കേട്ടോ. ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളുടെ യൂട്രസ് ഹെൽത്തി ആയിട്ടുള്ളത് തന്നെയായിരിക്കും. അടുത്തതായിട്ടുണ്ടാകുന്നൊരു മാറ്റം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് റെഗുലറായിട്ട് പീരിയഡ്സ് വരുന്നുണ്ടോ എന്ന് നോക്കുക. റെഗുലർ പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് 21-നും 35-നും ഇടയിലുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് പീരിയഡ്സ് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. ഇത് നമുക്ക് ഓൾമോസ്റ്റ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ടൈം ആയിരിക്കും. എന്നാൽ ഒരുപാട് ഇറഗുലറായിട്ട് ഡേറ്റ് പോകുന്നത്, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്ക് നമ്മുടെ ദിവസം പോകുന്നുണ്ടെങ്കിൽ അത് റെഗുലർ ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു പീരിയഡ്സ് അല്ല. അപ്പോൾ നമുക്ക് യൂട്രസിനകത്ത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഈ പറഞ്ഞ പോലെ ഫൈബ്രോയിഡോ പോളിപ്പോ അല്ലെങ്കിൽ എൻഡോമെട്രിയോസിസ് പോലുള്ള കണ്ടീഷൻസ് നമുക്ക് യൂട്രസിൽ ചുറ്റുമുള്ള ഭാഗങ്ങളിലൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് പീരിയഡ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പും കൂടി നിങ്ങളുടെ യൂട്രസ് റെഗുലർ ഹെൽത്തി ആയിരിക്കും കേട്ടോ. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നോർമൽ ആയിട്ടാണോ നിങ്ങൾക്ക് മെൻസ്ട്രേഷന് ഫ്ലോ പോകുന്നതെന്ന് നോക്കുക. അസഹനീയമായിട്ടുള്ള രീതിക്കുള്ള ബ്ലീഡിങ്ങോ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഉണ്ടാകുന്നില്ല, കൃത്യമായിട്ടുള്ള ബ്ലീഡിങ്ങേ ഉള്ളൂ, എക്സസ് ആയിട്ടുള്ള ക്ലോട്ട്സ് ഒന്നും നിങ്ങൾക്ക് പോകുന്നില്ലെങ്കിൽ അപ്പോഴും നമ്മുടെ യൂട്രസ് ഹെൽത്തിയാണ് കേട്ടോ. അഞ്ചാമതായിട്ടുള്ള ഒരു ഫാക്ടറാണ് ഇറഗുലർ ആയിട്ടുള്ള സ്പോട്ടിങ്. നിങ്ങൾക്ക് ഇറഗുലർ ആയിട്ടുള്ള സ്പോട്ടിങ് ഉണ്ടാകുന്നത് ചിലപ്പോൾ നമുക്ക് ഈ PCOD തൈറോയിഡൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും യൂട്രസിൽ മറ്റെന്തെങ്കിലും കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ, ഫൈബ്രോയിഡൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇറഗുലർ ആയിട്ടുള്ള സ്പോട്ടിങ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയൊന്നും നിങ്ങൾക്ക് ഇടവിട്ടൊന്നും കാണപ്പെടുന്നില്ല. ഇറഗുലർ സ്പോട്ടിങ് എന്ന് പറയുന്നത് പീരിയഡ്സ് കഴിഞ്ഞിട്ട് ഒരു 10ാമത്തെ ദിവസം ആകുമ്പോൾ പിന്നെ സ്പോട്ടിങ് കുറേ അധികം പോകും, പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെയും പോകും, പിന്നെ പീരിയഡ്സ് ആവുന്നതിന് മുൻപ് പിന്നെ ഉണ്ടാവും. അങ്ങനെ നിങ്ങൾക്ക് സ്പോട്ടിങ് ഇല്ലെങ്കിൽ വേറെ പ്രശ്നമൊന്നുമില്ല, യൂട്രസ് ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ ഈ 5 ലക്ഷണങ്ങളാണ് ഹെൽത്തി ആയിട്ടുള്ള, നിങ്ങളൊരു അമ്മയാകാനായിട്ട് പ്രിപ്പയർ ആകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി നിങ്ങളുടെ യൂട്രസിന് ഉണ്ടാകുന്നതിനുള്ള ലക്ഷണം. നമ്മളിപ്പോൾ പ്രഗ്നൻ്റ് ആകുന്ന സമയത്ത് നമ്മുടെ യൂട്രസ് ഹെൽത്തി അല്ലെങ്കിൽ എത്ര ക്വാളിറ്റിയുള്ള എഗ്ഗാണ് പ്രൊഡ്യൂസ് ആവുന്നതെന്ന്, എത്ര നല്ല എംബ്രിയോ ഫോം ആയി കഴിഞ്ഞാലും അതിന് വളരാനായിട്ട് സാധിക്കില്ല. കാരണം 9 മാസം അത് അതിലാണ് നിൽക്കേണ്ടത്. അപ്പോൾ അത് ഹെൽത്തി ആണെന്ന് നമുക്ക് ഈ 5 കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ടാണ് പോകുന്നത്. റെഗുലർ സ്പോട്ടിംഗ് ഒന്നുമില്ല, അസഹനീയമായിട്ടുള്ള വേദന ഒന്നുമില്ല എങ്കിൽ നിങ്ങളുടെ യൂട്രസ് ഒരു പ്രഗ്നൻ്റ് ആകാനായിട്ട് പ്രിപ്പയർ ആവുന്ന ഗർഭപാത്രം ഓക്കെ ആണെന്നാണ് കേട്ടോ അർത്ഥം. അടുത്തതായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അൺഹെൽത്തി യൂട്രസിനെ പറ്റിയിട്ടാണ്. അൺഹെൽത്തി യൂട്രസിലെ ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണം, നിങ്ങൾക്ക് അൺയൂഷ്വലായിട്ട് വജൈനൽ ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്രസ് ഹെൽത്തി അല്ലാത്തതാകാനായിട്ട് ചാൻസ് ഉണ്ട്. രണ്ടാമതായിട്ട്, നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള പീരിയഡ്സ് പോകുന്നുണ്ടോ, അതായത് ഒരുപാട് ദിവസം 10 ദിവസത്തിൽ കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ടാവുക, എല്ലാ ദിവസവും ഒരുപോലെ തന്നെ നന്നായിട്ട് ഫ്ലോ പോവുക, ഒരു മണിക്കൂറിൽ തന്നെ ഒരു പാഡ് ചേഞ്ച് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പീരിയഡ്സ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഹെൽത്ത് കണ്ടീഷൻ നമുക്ക് ഉണ്ടാകും കേട്ടോ. മൂന്നാമതായിട്ട്, നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള പെൽവിക് പെയിൻ ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക. ഇടുപ്പിൻ്റെ ഭാഗത്തും അതിനുള്ള ചുറ്റുമുള്ള ഭാഗത്തൊക്കെ അസഹനീയമായിട്ടുള്ള വേദന ഉണ്ടെങ്കിൽ അതും അൺഹെൽത്തി യൂട്രസിൻ്റെ ഒരു ലക്ഷണമാണ് കേട്ടോ. അടുത്തതായിട്ട്, നിങ്ങൾക്ക് ഫിസിക്കൽ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് പെയിൻ ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കുക. പെയിൻ ഡ്യൂറിങ് ഫിസിക്കൽ കോൺടാക്ട് മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഒന്നുകിൽ അഡിനോമയോസിസ് ഉണ്ടാകും അല്ലെങ്കിൽ ഫൈബ്രോയിഡിൻ്റെ കണ്ടീഷൻ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അതും ഒരു റീസൺ ആണ്. അടുത്തതായിട്ട്, അബ്നോർമൽ ആയിട്ടുള്ള വജൈനൽ ഡിസ്ചാർജ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫൗൾ സ്മെല്ലോട് കൂടിയിട്ടും ചൊറിച്ചിലോട് കൂടിയിട്ടും അതുപോലെ കളർ ചേഞ്ചും ഒക്കെ ആയിട്ട് വജൈനൽ ഡിസ്ചാർജ് പോകുന്നുണ്ടോ എന്ന് നോക്കുക.
അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് പ്രഗ്നൻസി ലോസ് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് നോക്കുക. ചില ആളുകൾ പറയുന്നുണ്ട് ചേച്ചി 2-3 ടൈംസ് ഒക്കെ പ്രഗ്നൻസി പോയിട്ടുണ്ട്, എന്താണ് റീസൺ എന്ന് അറിയില്ല കൃത്യം എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു ഫാക്ടർ എന്ന് പറയുന്നത് അൺഹെൽത്തി ആയിട്ടുള്ളൊരു യൂട്രസ് ആണ് കേട്ടോ. യൂട്രസ് നന്നായിട്ട് പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി നമുക്ക് നഷ്ടമായി പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇനി ഇത്രയധികം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ, ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അടുത്തുള്ളൊരു ഗൈനക്കോളജിസ്റ്റിനെ പോയി കാണുക എന്നുള്ളതാണ്. ഡോക്ടർ തരുന്ന ടിപ്സിനോടൊപ്പം ട്രീറ്റ്മെൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതോടൊപ്പം നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ യൂട്രസ് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളും അതുപോലെ അവോയ്ഡ് ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. ഏറ്റവും ആദ്യം അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് പ്രോസസ്ഡ് ഫുഡ് കഴിക്കുന്ന ഒരു ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. പാക്കറ്റിൽ വരുന്ന സ്നാക്സും അതുപോലെ ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന മീൽസ് ഒക്കെ ഇല്ല, നമ്മൾ എന്തെങ്കിലും വെള്ളം ഒന്ന് ആഡ് ചെയ്താൽ മതി അല്ലെങ്കിൽ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി എന്ന് പറയുന്ന മീൽസ് ഒക്കെ ഇല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്നത്, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. ഫാസ്റ്റ് ഫുഡും അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് നിങ്ങൾക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാവാനായിട്ടുള്ള ചാൻസസ് നന്നായിട്ട് വർദ്ധിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ യൂട്രസിന്റെ പെർഫോമൻസിന്റെ യൂട്രസിന്റെ ഹെൽത്തിനെ അത് അഫക്ട് ചെയ്യാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് കേട്ടോ. രണ്ടാമതായിട്ട് നിങ്ങൾ റെഡ് മീറ്റ് അതുപോലെ പ്രോസസ്ഡ് മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ബീഫ് എക്സസ് ആയിട്ട് എടുക്കുന്നത്, പോർക്ക്, സോസേജ്, ഇതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുന്നത് യൂട്രസിന്റെ ഹെൽത്തിനെ അഫക്ട് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. മൂന്നാമതായിട്ട് ഷുഗറി ഫുഡ്സ്, നമ്മളിപ്പോൾ കഴിക്കുന്ന മൈദയാണെങ്കിലും അരിയാഹാരം ഒക്കെ ആണെങ്കിലും ഇത് നമ്മളുടെ ഇൻസുലിൻ്റെ ലെവൽ കൂട്ടാനായിട്ട് സാധ്യതയുള്ളവയാണ്. അതുപോലെ തന്നെ പാല്, ചായയിലൊക്കെ ഒരുപാട് മധുരം ചേർത്ത് കഴിക്കുക, അല്ലെങ്കിൽ കൂടുതൽ സ്വീറ്റ്സ് കൂടുതലായിട്ട് എടുക്കുന്ന ഹാബിറ്റ് ഉണ്ടെങ്കിൽ അതും കുറയ്ക്കണം. ഡയറക്ട്ലി നമ്മുടെ യൂട്രസിന്റെ ഹെൽത്തിനെ അത് അഫക്ട് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്നത് ഹൈ ഫാറ്റ് ഡയറി പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. ചിലർ നല്ല കൊഴുപ്പോട് കൂടിയിട്ട് കറന്നെടുക്കുന്ന പാലില്ലേ, നമുക്കിപ്പോൾ അടുത്തുള്ള ഡയറിയിൽ പോയിട്ട് മേടിക്കുന്നത്, അല്ലെങ്കിൽ തൊട്ടടുത്ത് നമുക്ക് വീട്ടിൽ തന്നെ പശുക്കറവ ഉണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന ഡയറിയിൽ ആ പാല് നമുക്ക് കിട്ടുമ്പോൾ ഒട്ടും തന്നെ മാറ്റാതെ ഡൈല്യൂട്ട് ചെയ്യാതെ ഭയങ്കര കൊഴുപ്പോട് കൂടി തന്നെ എടുക്കുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ള ഹാബിറ്റ് നമുക്ക് പാടില്ല. അതുപോലെ തന്നെ ചീസ് ആണെങ്കിലും ക്രീം ആണെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂട്രസിൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാം കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾക്ക് ആൽക്കഹോൾ കൺസംഷൻ ഉണ്ടെങ്കിൽ അതും യൂട്രസിൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാം. പിന്നെ കഫെയിൻ്റെ ഇൻടേക്ക് ടു മച്ച് ആയിട്ട് നമ്മൾ കഫെയിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ള കോഫിയുടെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ്, കഫെയിൻ്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എനർജി ഡ്രിങ്ക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും യൂട്രസിൻ്റെ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രൈഡ് ആയിട്ടുള്ള ഫുഡ്, ഡീപ്പ് ഫ്രൈഡ് ആയിട്ട് നമ്മളിപ്പോൾ വീട്ടിൽ തന്നെയാണെങ്കിൽ ഒരുപാട് ഡീപ്പ് ഫ്രൈഡ് ആയിട്ട് കുക്ക് ചെയ്തെടുക്കുന്ന ഫുഡൊക്കെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഇൻഫ്ലമേഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചാൻസസ് കൂട്ടും. അപ്പോൾ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ അവോയ്ഡ് ചെയ്യാനായിട്ട് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യൂട്രസിനെ ഹെൽത്തി ആക്കി വെക്കാൻ. ഇപ്പം ഈ പറഞ്ഞ അൺഹെൽത്തി യൂട്രസിൻ്റെ ലക്ഷണമൊന്നും നമുക്കില്ല, പക്ഷേ സ്റ്റിൽ പ്രഗ്നൻസി നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടി നമ്മൾ യൂട്രസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്തൊക്കെയാണ് ഞാൻ എടുക്കേണ്ട, എന്തൊക്കെ ടിപ്സാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത് ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക. അതിൽ ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കാനായിട്ട് നോക്കുക. നമ്മൾ ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്നതിനനുസരിച്ചിട്ട് യൂട്രസിൻ്റെ പെർഫോമൻസ് നന്നായിട്ട് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. ദിവസേന ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ കുടിക്കാനായിട്ട് നോക്കുക. അത് സൺസെറ്റിന് മുൻപ് തന്നെ നമ്മൾ കുടിച്ചു തീർക്കുക. സൺസെറ്റിന് ശേഷം പിന്നീട് അങ്ങോട്ടേക്ക് കൂടുതൽ വെള്ളം നമ്മൾ കുടിക്കാനായിട്ട് പാടില്ല. കാരണം നമ്മുടെ ഉറക്കത്തിനെ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. രാത്രി മൊത്തം ഫ്രീക്വൻ്റ് ആയിട്ട് യൂറിനേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഉറക്കക്കുറവുണ്ടാകും, അതും ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. യൂട്രസിനെ ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ആ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അതൊക്കെ യൂട്രസിനെ നല്ലോണം ഹെൽത്തി ആക്കും. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ട്രെസ് എപ്പോഴും മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുക. സ്ട്രെസ് ഇപ്പോൾ ജോലി സ്ഥലത്തെ സ്ട്രെസ് ആണെങ്കിലും നമ്മളല്ലാത്ത നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന സ്ട്രെസ് ആണെങ്കിലും കൂടുതൽ അതിലോട്ട് ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങി സ്ട്രെസ് കൂടി പോയി കഴിഞ്ഞാൽ അത് ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ് കേട്ടോ. സ്ട്രെസ് കൂടുന്നതിനനുസരിച്ചിട്ട് പ്രത്യുൽപാദന അവയവത്തിൻ്റെ എല്ലാത്തിൻ്റെയും ഹോർമോൺസിൻ്റെ പ്രവർത്തനങ്ങൾ അത് അഫക്റ്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ കഴിവതും സ്ട്രെസ്സിൽ നിന്ന് നിങ്ങൾ പുറത്തേക്ക് വരാനായിട്ട് നോക്കുക. കൂടുതൽ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്താണ് സ്ട്രെസ് നിങ്ങൾക്ക് ഉണ്ടാകുന്നതെങ്കിൽ അതിൽ നിന്ന് മാക്സിമം പുറത്തേക്ക് വന്നിട്ട് നല്ലൊരു കമ്പനി, നല്ലൊരു ഫ്രണ്ടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസ് ആണെങ്കിലും എങ്ങനെയാണോ, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വേൾഡിൽ തന്നെ ഒറ്റയ്ക്ക് ഇരിക്കാതെ മാക്സിമം ഹോബീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പ്രൊമോട്ട് ചെയ്തെടുക്കാനായിട്ടൊക്കെ നോക്കുക കേട്ടോ. അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് നോക്കുക. ഒരു 30 മിനിറ്റെങ്കിലും ഫെർട്ടിലിറ്റി എക്സസൈസ് മറ്റുള്ള വർക്കൗട്ട്സുകളൊക്കെ ചെയ്യുന്നത് ബോഡി ഒന്ന് നറിഷ് ചെയ്യുന്നതിനും ബ്ലഡ് സർക്കുലേഷനൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഫെർട്ടിലിറ്റി എക്സസൈസിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. ഫെർട്ടിലിറ്റി എക്സസൈസ് ദിജൂസ് വേൾഡ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ സെർച്ച് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി എക്സസൈസിൻ്റെ ഒരു പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതാണെങ്കിലും നിങ്ങൾ ഫോളോ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അടുത്തായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്മോക്കിംഗ്
ഹാബിറ്റ് ഉണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യുക. അതുപോലെ തന്നെ ആൽക്കഹോൾ കൺസംഷനും പൂർണ്ണമായിട്ടും കുറയ്ക്കാനായിട്ട് നോക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാതിരിക്കും. ഇപ്പം നമ്മുടെ ഹസ്ബൻഡ് സ്മോക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ അടുത്ത് നിന്ന് സ്മെല്ല് ചെയ്യുവാണെങ്കിൽ അത് നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളുടെ വെയിറ്റ് എപ്പോഴും നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരുപാട് ആളുകളുണ്ട് കണ്ണാടിയിൽ നോക്കിക്കഴിയുമ്പോൾ കുഴപ്പമില്ല, അല്ലെങ്കിൽ എനിക്ക് ഒരുപാട് വണ്ണം ഇല്ലെന്നാണ് എല്ലാവരും പറയുന്നത്, അപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട്. നമ്മുടെ ഉയരത്തിനേക്കാളും കൂടുതലാണ് നമ്മുടെ ശരീരഭാരമെങ്കിൽ അത് നമ്മുടെ ഫെർട്ടിലിറ്റി അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. 1-2 കിലോയുടെ വ്യത്യാസമൊന്നും അഫക്റ്റ് ചെയ്യില്ല കേട്ടോ. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 4 to 5 kg ഒക്കെ ഡിഫറൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വെയിറ്റ് നമ്മൾ ബാലൻസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് നോക്കുക. എക്സസ് ആയിട്ട് വെയിറ്റ് ഉണ്ടാകുന്നതിനനുസരിച്ചിട്ട് ഫാറ്റ് ടിഷ്യൂ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് അടിഞ്ഞുകൂടാം. ഇത് പ്രത്യുൽപാദന അവയവങ്ങളുടെ പ്രവർത്തനത്തിനൊക്കെ ഹാംഫുൾ ആയിട്ട് അഫക്റ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ യൂട്രസിനെ ഹെൽത്തി ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഈ ഹെൽത്തി ആയിട്ടുള്ള യൂട്രസിന്റെ സിംറ്റംസ് നിങ്ങൾക്കില്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളൊരു മെഡിക്കൽ അറ്റൻഷൻ നിങ്ങൾ എടുക്കണം. ഡോക്ടറോട് കണ്ട് നിങ്ങളെ കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് നോക്കണം. അല്ലാതെ നമ്മൾ എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് എടുത്തിട്ടും കാര്യം ഉണ്ടാവില്ല, പ്രഗ്നൻസി കിട്ടില്ല. കാരണം കുഞ്ഞ് വളരേണ്ടത് അവിടെയാണ്. ആ കിടക്കുന്ന സ്ഥലം, കുഞ്ഞ് വളരുന്ന സ്ഥലം അൺഹെൽത്തി ആയിട്ടുള്ള ഒരു യൂട്രസ് ആണെങ്കിൽ അവിടെ നമുക്ക് പ്രഗ്നൻസി കിട്ടുമോ? ഇല്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.